ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ഗവർണർ സർക്കാർ പോര്. ഗവർണർ പദവിയുടെ കാലാവധി തീരാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് സർക്കാരിനെതിരെ പുതിയ പോരാട്ടവുമായി ഗവർണർ രംഗത്തെത്തിയിരിക്കുന്നത്. VC നിർണയ സമിതി രൂപീകരണത്തിലൂടെ ഗവർണർ സർക്കാരിനെതിരെ പുതിയ യുദ്ധമുഖം തന്നെ തുറന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ 6 സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമനത്തിന് ഗവർണർ സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിച്ചു. 6 സർവകലാശാലകളുടെയും പ്രതിനിധികളില്ലാതെയാണ് സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിച്ചുള്ള ഗവർണറുടെ അപ്രതീക്ഷിത നീക്കം. കേരള, കുഫോസ്, MG, KTU, മലയാളം, കാർഷിക സർവകലാശാലകളിലെ VC നിർണയത്തിനാണ് സമിതി രൂപീകരിച്ചത്. കേരള സർവകലാശാലയ്ക്ക് 2 അംഗ സെർച്ച് കമ്മിറ്റിയാണ്. ISRO ചെയർമാൻ S. സോമനാഥാണ് കമ്മിറ്റിയുടെ കൺവീനർ. സർവകലാശാല പ്രതിനിധികളെ ഉൾപ്പെടുത്താതെ വിവിധ സർവകലാശാല VC നിർണയ സമിതികൾ രൂപീകരിച്ച ഗവർണറുടെ നടപടിയെ നിയമപരമായി നേരിടാനാണ് സർക്കാർ നീക്കം. പുതിയ സെർച്ച് കമ്മിറ്റികൾ നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് സർക്കാരിന്റെ വാദം. വിഷയത്തിൽ നിയമോപദേശം തേടിയ ശേഷം ഉടൻ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും. സിൻഡിക്കേറ്റ് തലത്തിൽ കോടതിയെ സമീപിക്കാനും ആലോചനയുണ്ട്. സർവകലാശാല ബില്ലുകളിൽ അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നതിനാൽ നിയമനം സാധ്യമല്ല എന്നാണ് സർക്കാർ നിലപാട്. ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും സർവകലാശാല പ്രതിനിധികളെ നൽകിയില്ലെന്നും അതിനാൽ മറ്റ് നടപടികളുമായി താൻ മുന്നോട്ട് പോകുകയായിരുന്നുവെന്നും ജോലി ചെയ്യുന്നതിൽ നിന്ന് തടയാനാകില്ലെന്നും ഗവർണറും വ്യക്തമാക്കി. ഇന്നറിയാൻ കണ്ണൂർ.